ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എറണാകുളം വരെ പോവുകയാണ്. എക്സാം ആയത് മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങി. എക്സാമിന് മുന്നേ പറയില്ലെന്ന് പറയാം, നമുക്ക് വെക്കേഷനിൽ ട്രിപ്പ് പോകണം. അപ്പം നമ്മൾ പ്ലാൻ ചെയ്തതിന് എറണാകുളം പോകാമെന്ന്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ എപ്പോഴും പോലെ ഈ മസനഗുഡി, ഊട്ടി, ഏകദേശം നമ്മൾ കോഴിക്കോട് അങ്ങോട്ട് കാസർഗോഡ് ഏരിയ അങ്ങോട്ടല്ല, എന്താ പറയുക, എന്നാലും ഏറെ അങ്ങോട്ടാണ് പോലെ. ഞാൻ ചെറുപ്പത്ത് പോയതാണ് എറണാകുളം. എനിക്ക് കണ്ടൊരു ഓർമ്മ കൂടി കാര്യമായിട്ടില്ല. അപ്പോൾ അവിടെ പോകണമെന്ന് പ്ലാനൊക്കെ ഇട്ടീനി. ബട്ട് കുറച്ച് ലാഗ് വന്നു. പോകണം വിചാരിച്ച് വലിയ പ്ലാനൊക്കെ ഇട്ട് ലാസ്റ്റ് ഫ്ലോപ്പായി. പിന്നെ പെട്ടെന്നെങ്കിലും പോകാമെന്ന് തന്നെ വിചാരിച്ചു ആഗ്രഹിച്ച് ട്രിപ്പ് പോവാണ്. ഒരു ദിവസത്തെ ട്രിപ്പാണ്. ഞങ്ങൾ ഒരു ദിവസത്തിൽ കൂടുതൽ ഒരു ട്രിപ്പും പോവില്ല. കാരണം വെച്ചാൽ പിന്നെ ക്ഷീണവും അതൊക്കെ ആകുമ്പം പിന്നെ ഇപ്പൊക്കെ ഷോപ്പിലൊക്കെ പോകാണ്ട്. സോ നമ്മൾ ഒരു ദിവസത്തെ ട്രിപ്പൊക്കെ പോകലുള്ളൂ. അപ്പം അങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇട്ട ഷർട്ട് കുറച്ച് വലിപ്പം കൂടുതലാണല്ലോ, അതാരതാണ് ഇൻഡിപെൻഡൻ്റാണ്, ഇപ്പൻ്റേത് കൈക്കലാക്കിയതാണ്. കാരണം എന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ചാർജറും കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ പോവാണ്. നമ്മൾ കുറച്ച് ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് രാവിലെയൊക്കെ കഴിക്കാനുള്ള ഫുഡെങ്കിലും ആയിക്കോട്ടെ വിചാരിച്ച് ഞങ്ങൾ നല്ല ചിക്കൻ കറിയും അതേപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ. എൻ്റെ വർഷയിൽ രാവിലെ ഒരു 4 മണിക്കൊക്കെ പോകണമെന്നുണ്ട് ഇനി. ബട്ട് പോയി 6 മണി ഉറപ്പിച്ചു. 6 മണി പോയി ഇവിടുന്ന് പോയത് ഏകദേശം 7 മണി ആയിട്ടാണ്. എറണാകുളം പോകാൻ ഏകദേശം 4-5 മണിക്കൂറുണ്ട്, 4-6 മണിക്കൂറുണ്ട്. എപ്പോഴാണ് എത്താന്നൊന്നും വലിയ ഐഡിയ. ഒരു 12:45 എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പോവുകയാണ് ഞങ്ങൾ. പൂച്ചകളൊക്കെ ഒന്നാകെ ഒരു സങ്കടത്തിലാണ്. ഞങ്ങൾ പോവുകയാണല്ലോ, കുന്താണ്, ഓലൊക്കെ ഹാപ്പിയാണ്. ബിക്കോസ് നമ്മൾ പോയാൽ പിന്നെ അവിടെ അടക്കി ഭരിക്കാമല്ലോ, വേറെ ഒരു പൂച്ചാളിയും പെരനുള്ളിലേക്ക് കയറ്റൂല. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് പിന്നെ വിശപ്പിൻ്റെ വിളി വരൽ തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡൊക്കെ ഓൾറെഡി നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ചപ്പാത്തിയും അതേപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറി കൂട്ടി നമ്മൾ ഫുഡ് തിന്നതാണ്. ലിയ കാറിനുള്ളിൽ നിന്നാണ് തിന്നുന്നത്. അങ്ങനെ ചപ്പാത്തി നല്ല അടിപൊളി ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. ട്രാവൽ ചെയ്ത് ക്ഷീണിച്ച് തിന്നപ്പോഴേ അറിയില്ല, അതിനൊരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ സ്പോട്ട് അത് വേറെ തരം രസമായിരുന്നു. മാങ്ങ, പുളി, ചക്ക മുതൽ എല്ലാ സാധനവും നിറച്ച് മാങ്ങയാണ്. പിന്നെ പുളിയും ഉണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ കുറേ പോയതിന് ശേഷം നമ്മൾ ഒരു പെട്രോൾ പമ്പിൽ നിർത്തി. എണ്ണ അടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ എണ്ണ ഇടയ്ക്കിടയ്ക്ക് തന്നെ അടിക്കുന്നുണ്ട്. എന്താ പെട്രോൾ പമ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ആ ഒരു പാത്രങ്ങളും കഴുകി അതേപോലെ തന്നെ ഞങ്ങളൊന്ന് ഫ്രഷായി. പിന്നെ ഞങ്ങൾ പോവാണ്. പിന്നെ റോട്ടുമേൽ കണ്ടൊരു കാഴ്ചയാണ്, കാടിളകി പോകുന്നു എന്ന് പറയാം. ഒരു വണ്ടി നിറച്ച് ചെടികൾ കൊണ്ടുപോകുന്നു. നമുക്കും ഇതേപോലെയൊക്കെ ഒരു ദിവസം നമ്മളെ പെരക്കെ സെറ്റാക്കണം. അങ്ങനെ നമ്മൾ പോയി ഫൈനലി എറണാകുളം എത്തിയിട്ടുണ്ട്. എറണാകുളം എത്തിയെന്ന് പറയുമ്പോൾ എന്തൊരു സുഖം. ഏകദേശം 4-5 മണിക്കൂർ ഇതിൽ ഇരുന്ന് പോസ്റ്റ് ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാനങ്ങ് പറഞ്ഞ എല്ലാം ശരിയാക്കാം. ഞാൻ പറഞ്ഞില്ലേ 12:45 എത്തു പറഞ്ഞപ്പോൾ 12:15 നമ്മൾ എത്തി. ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ ലുലു മാളിൻ്റെ മുന്നിൽ കൂടി പോയി. നമ്മൾ ആദ്യം ലുലു കയറുന്നില്ല. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഞങ്ങൾ പണ്ട് കുറച്ച് കാലം എറണാകുളത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അയൽവാസി ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഓരോട് ഇപ്പോഴും ഞങ്ങൾ നല്ല കമ്പനിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് എറണാകുളത്ത് വന്നിട്ടുള്ളത്. പോലെ കാണണം. അപ്പോൾ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെയൊക്കെ പോകാം. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലെക്സസ് കാറിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ പറയാം, ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് ഇതൊക്കെ വാങ്ങാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അപ്പനോട് ഞങ്ങൾ അധികം കാറിൻ്റെ ഡിസ്കഷനൊക്കെയാണ് നടത്തല്. അപ്പോൾ പറഞ്ഞു കഴിയൂല. എന്ത് നല്ല മോട്ടിവേഷന്, കഴിയും, നമ്മൾ പരിശ്രമിച്ചാൽ കഴിയും എന്നൊക്കെ പറയാൻ കുഴപ്പമില്ല, നമുക്ക് കഴിയൂല അറിഞ്ഞ്. അതോടെ എൻ്റെ മോട്ടിവേഷനൊക്കെ തകർന്നു പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാറൊക്കെ. ഞങ്ങളെ കയ്യിൽ ആൾട്ടോ ആണെങ്കിലും ഞങ്ങൾക്ക് വലിയ വർത്തമാനങ്ങളാണ്. ബിക്കോസ് വലിയ ആഗ്രഹങ്ങളാണ്. അത് വാങ്ങണം, ഇത് വാങ്ങണം, അങ്ങനത്തെ കാർ വേണം, ഇങ്ങനത്തെ കാർ വേണം. കാറിനോടൊരു പ്രത്യേക താല്പര്യമാണ് എനിക്ക്. അങ്ങനെ പറഞ്ഞ് നമ്മളിതാ ആ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ അറിയിക്കാതെയാണ് ഞങ്ങൾ വന്നത്. കാരണം വെച്ചാൽ ഫുഡൊന്നും ഉണ്ടാക്കേണ്ട വിചാരിച്ചിട്ട്. പക്ഷെ ഞങ്ങൾ വന്നതും പോയി ഫുഡ് വാങ്ങി കൊണ്ടുവന്ന്. അങ്ങനെ ഞങ്ങളിതാ ഉച്ചച്ചോറൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. നല്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ പോവാണ്. അവിടെ ഞങ്ങൾ ഒരു പേരക്കൻ്റെ ടേസ്റ്റുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. ഓല വീട്ടിലുള്ള തന്നെയാണ്. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ പോവാണ്. ലിയ ചെറിയ പിണക്കത്തിലാണ്. അങ്ങനെ നമ്മൾ പിന്നെയും ഓരോ ബിസിനസ് ഐഡിയകളും അതേപോലെ തന്നെ കാറിൻ്റെ ഓരോ വിശേഷങ്ങളും പറഞ്ഞ് ഇങ്ങനെ പോവാണ്. എനിക്കും എൻ്റെ ഒപ്പൊക്കെ എന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിലും അംബാനീൻ്റെ ബിസിനസ് ഐഡിയകളാണ്. ഞങ്ങളൊക്കെ വല്ല ബിസിനസ് ചെയ്തപ്പോൾ അംബാനിയൊക്കെ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഞങ്ങൾ തുടങ്ങാത്തത്. അത്രയും അംബാനിയേക്കാൾ വലിയ ബിസിനസ് ഐഡിയകളാണ്. അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഫൈനലി ലുലു മാളിൽ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതിന് മുന്നേ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും
ഇതിന് ഇത്ര വലിപ്പമുണ്ടാവും ഞാൻ പ്രതീക്ഷയില്ല. അടിപൊളിയായിരുന്നു, എനിക്കെല്ലാം ഇഷ്ടമായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ കുറച്ച് കാലം എറണാകുളത്ത് നിന്നിന്ന്, നിങ്ങളായിരിക്കും ഒരു 1-2 കൊല്ലമൊക്കെ നിന്നിട്ടുണ്ടാവുന്നത്. കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ 2 മാസം, വെറും 2 മാസമാണ് ഞങ്ങൾ അവിടെ നിന്ന്. പക്ഷേ എന്തുകൊണ്ടറിയില്ല അവിടുത്തെ നെയ്ബേഴ്സ്, അവിടുത്തെ നമ്മളെ നെയ്ബേഴ്സും നമ്മളും തമ്മിൽ നല്ല ബന്ധമുണ്ട് ഇപ്പോഴും. അതുകൊണ്ടാണല്ലോ നമ്മൾ കാര്യമായിട്ട് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ലുലുവിൻ്റെ ഉള്ളിലോട്ട് കയറി പോവുകയാണ്. ഇപ്പോൾ തന്നെ ടൈം ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട്, 3 മണി ആവാനായിട്ടുണ്ട്. ഒരു 3:30-4 മണി ആകുമ്പോഴേക്കെങ്കിലും ഫോർട്ട് കൊച്ചി എത്തണം എന്നാണ് എൻ്റെ മനസ്സിൽ. കുറേ സ്ഥലങ്ങൾ കറങ്ങി അങ്ങ് എറണാകുളം അടിച്ചു പൊളിക്കുന്നുണ്ടായിരുന്നു 1 ഡേയിൽ. പക്ഷെ ഒന്നിനും കഴിഞ്ഞില്ല, ഫുള്ള് യാത്ര മാത്രം ഉണ്ടായിട്ടുള്ളായിരുന്നു. പക്ഷെ എന്നാലും ഈ ട്രിപ്പിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതിന് മുന്നൊക്കെ ഞങ്ങൾ നല്ല അത്യാവശ്യം ട്രിപ്പൊക്കെ പോകുമായിരുന്നു. പക്ഷെ ഫുള്ള് ഈ കാട്ടിക്കായിരിക്കും, മസനഗുഡി, ഊട്ടി അങ്ങനെ ഏരിയക്കൊക്കെ ആയിരിക്കും. അവിടെ പോയി 5-6 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. പോയി എനിക്ക് ചടിച്ചിട്ട് ലാസ്റ്റ് എനിക്ക് ട്രിപ്പ് പോയി വെറുത്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഒടുക്കില്ല പറയും. പിന്നെ ഇമ്മിപ്പിയും പോകുമ്പോൾ ഞാൻ വയറ്റിൽ പോകുന്നതാണ്. പക്ഷേ ഈ ഒരു ട്രിപ്പ് ഞാൻ ആഗ്രഹിച്ച് പറഞ്ഞാണ്. എറണാകുളം ആയതുകൊണ്ടൊന്നുമല്ല, കുറേ കാലം പിന്നെ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹിച്ച് വന്നുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് ഞാൻ മാക്സിമം ആസ്വദിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ ഉള്ളിൽ കയറിയപ്പം ബാക്ക് ടു സ്കൂൾ സാധനങ്ങളാണ് ഫുള്ളുള്ളത്. അപ്പോൾ ലിയക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാതെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ വന്നപ്പം ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ക്ലേ, അതേപോലെ നമ്മളെ സ്കൂൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൂടി ഒരു പാക്കിലുള്ള നമ്മളെ ഡോംസിൻ്റെ, അതേപോലത്തെ വേറെ ഏതൊക്കെ ബ്രാൻഡിൻ്റെ അപ്സരൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അത്ര വലിയ വലിപ്പമുള്ള സാധനത്തിൻ്റെ ആവശ്യം ലിയക്കില്ല. അതുകൊണ്ട് പിന്നെ ലിയക്കൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിക്കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി. കണ്ടിട്ട് എനിക്ക് വാങ്ങാൻ തോന്നുന്നുണ്ട്, എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ പൗച്ച് എനിക്ക് നല്ല ഇഷ്ടമായി, ഈ ഒരു പൗച്ചും ബോക്സൊക്കെ. പക്ഷെ ഞാൻ കുറച്ച് വലുതായി പോയി ഗൈസ്, 10ാം ക്ലാസ്സിലെത്തി. എനിക്കിപ്പോഴും ആഗ്രഹം എന്താ വെച്ചാൽ ഇനി വയസ്സ് കൂടാനല്ല, കുറഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ, കുറച്ച് കാലം കൂടി എനിക്ക് ബാക്കോട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആയി വരുമായിരുന്നു. നമുക്ക് കുറച്ച് കാലം മുന്നേ തന്നെ യൂട്യൂബൊക്കെ ഒന്ന് സെറ്റാക്കി എനിക്ക് ആലോചിക്കാൻ വരും. ഞാൻ എപ്പോഴും ചിന്തിക്കും എനിക്ക് ഇപ്പോഴും ആ ചെറിയ പ്രായത്തേക്ക് പോകാനാണ് താല്പര്യം. കാരണം കുറച്ചും കൂടി നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് എനിക്ക് ആലോചിക്കാം. കുറേ നേരം ഞങ്ങൾ ഈ സ്റ്റീൽ ബോട്ടിലിൻ്റെ മുന്നിലായിരുന്നു ഒന്നിന്. കാരണം എന്താ വെച്ചാൽ ഒരു 5, 6, 9, 10 അങ്ങനെയല്ല, ഒരു 9, 10 ബോട്ടിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒപ്പനെ ഷോപ്പൊക്കെ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആൾക്കാരൊക്കെ അന്തവിട്ട് നോക്കണത് എന്തിനാ ഇത്ര തോനെയൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലുലു ഫാഷൻ സ്റ്റോറിൽ പോയി. ഒന്നുമില്ല, അവിടുത്തെ കമ്മലുകളൊക്കെ അങ്ങനെ നോക്കി. എൻ്റെ കമ്മലും ആ കമ്മലിൻ്റെ വില എൻ്റെ സെയിം, ഞാൻ ഇട്ടിട്ട് കമ്മലിൻ്റെ സെയിം മോഡൽ ബട്ട് 700 സംതിങ്. എൻ്റെ കമ്മലിന് വെറും 80 രൂപ. ഒരു കളറും എൻ്റെ കമ്മലിന് ഇതുവരെ പോയിട്ടില്ല. ഇപ്പോഴും ആ വാങ്ങി അതേ കളറിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് അങ്ങനെ നോക്കിക്കാര്യം ഒരു സാധനം വാങ്ങില്ല. ബിക്കോസ് ഓർണമെൻറ്റ്സ് ഒക്കെ നല്ല വിലയാണ്. അത് വാങ്ങി നിന്നാൽ എൻ്റെ കീശ കാലിയാവില്ല, ചിലപ്പോൾ കീറിപ്പോവും. സോ നമ്മൾ അങ്ങനെ അതൊക്കെ കണ്ടിറങ്ങി. കൂടുതൽ നേരം അവിടെ ചിലവഴിക്കുന്നില്ല. ബിക്കോസ് മാളുകളൊക്കെ അറിയാൻ പൊതുവായിട്ട് നമ്മളെ കോഴിക്കോടുള്ളതാണ്. ബട്ട് ഫോർട്ട് കൊച്ചി നമ്മളെവിടെ കിട്ടൂല, കോഴിക്കോടിൽ കിട്ടൂല. പക്ഷെ സെറ്റ് കാണാനെങ്കിലും ഒന്ന് ഫോർട്ട് കൊച്ചിയിൽ എത്തിക്കിട്ടിയാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം സമയം ഏറെ വൈകി പോയിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് ട്രാവൽ ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ജ്യൂസും ലേറ്റ്സും അങ്ങനെ ഐറ്റംസൊക്കെ വാങ്ങി അതും നിന്ന് ഞങ്ങൾ നേരെ ബില്ലടിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ലുലുമാളിൻ്റെ ഉള്ളിൽ കൂടുതൽ നേരം ചിലവഴിച്ചിട്ടേ ഇല്ല. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഫുഡ് സെക്ഷനിലും ഗെയിം സെക്ഷനിലൊക്കെ പോകാൻ. പക്ഷെ ഒറ്റകൂടി നേരമില്ല ഇനി. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒക്കെ ഒന്നും വാങ്ങിയില്ല. ഞങ്ങൾ ഫാഷൻ സ്റ്റോറിൽ ജസ്റ്റ് മുഖം കാണിച്ച് അതേപോലെ ഹൈപ്പർ മാർക്കറ്റ് താഴെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ടായിരുന്നു. വലിയ ചെറിയ കച്ചറയിലാണ്, നിങ്ങൾ നോക്കണ്ട. ഈ ഒരു 2-3 സാധനത്തിന് ഞങ്ങൾ ബില്ലടിക്കാൻ വേണ്ടി കുറേ നേരം നിന്നു. അവിടെയാണ് ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങളെ സമയം പോയത്. അങ്ങനെ നമ്മൾ പിന്നെ കാർ എടുക്കാൻ വേണ്ടി പോവാണ്. ഇല്ല ഇപ്പോഴും ചെറിയ പിണക്കത്തിലാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കച്ചുണ്ടാക്കും. എല്ലാ സാധനവും ഓളെങ്ങനെ അട്രാക്ട് ചെയ്യും, ഓളും അതിനനുസരിച്ച് പോകും. അങ്ങനെയൊക്കെ ഓരോന്ന്. പിന്നെ പെട്ടെന്ന് വേഗം ചിരിക്കുകയൊക്കെ ചെയ്യും. അത് വേറെ കാര്യം. അങ്ങനെ പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഷർട്ട് നമ്മൾ ഇട്ടത്. നമ്മൾ അതിൻ്റെ ഇടയിൽ വേറെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേൾക്ക് നമ്മൾ ആ ഒരു ഷർട്ട് ഇട്ടിട്ടായിരുന്നു. അപ്പോൾ ബീച്ചിൽ പോകാൻ വേണ്ടി ഈ ഒരു മാക്സി ഡ്രസ്സ് ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചിനി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രസ്സ് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലാസ് നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഈ ഗ്ലാസ് അങ്ങോട്ട് മുതലാക്കി എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്തിട്ടും അങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് മുതലാക്കി. 200 സംതിങ് ഉള്ളൂ ഈ ഒരു ഗ്ലാസ്സിന്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലുണ്ട്. അപ്പോൾ അവിടെ പോയാൽ നമുക്ക് കിട്ടും. നല്ല അടിപൊളി സാധനമാണ്, വാങ്ങി വെക്കുക. അങ്ങനെ പിന്നെ ഞങ്ങൾ പേരക്കൊക്കെ വാങ്ങി. കാരണം കുറച്ചൊക്കെ ട്രാവൽ ചെയ്യാണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നണം. കാരണം വിശപ്പ് ഇങ്ങനെ
വിശപ്പിൻ്റെ വിളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പേരക്കൊക്കെ വാങ്ങി, ഒരു മുതുക്കൻ പേരക്ക ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ പിന്നെ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ഞാൻ അങ്ങനെ പറയുകയാണ്, നമ്മളെ വീടൊക്കെ ഇവിടെ ആണെങ്കിൽ എന്ത് രസം ഉണ്ടായിരുന്നു. കാരണം അധികം ഗ്രൗണ്ട്, കുറച്ച് കളിക്കാൻ പറ്റിയ ഏരിയാസൊക്കെ ആയിരുന്നു. നമ്മളെ വീടൊക്കെ ഇവിടെ ആയിരുന്നെങ്കിൽ നമ്മൾ രാവിലെയൊക്കെ വന്ന് കളിച്ച് എനിക്ക് ആലോചിക്കാൻ വയ്യ, അടിപൊളിയായിരിക്കും. എനിക്ക് ഈ ഏരിയ നല്ല ഇഷ്ടമായി. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ വീടുകൾ സെറ്റാണ്. പറഞ്ഞാൽ ഒരു വെറൈറ്റി വീടുകളായിരുന്നു. വീടുകൾ മാത്രമല്ല, ഫോർട്ട് കൊച്ചിയിൽ എത്തിയപ്പോഴാണ് ക്രിയേറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലായത്. ഇത്രയും കാലം ഞാൻ കലാപരമായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല. പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നീട് ഞാൻ ചെറിയൊരു ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം രണ്ടാമതാണ് ഇത്തിരിയെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഈ ഫോർട്ട് കൊച്ചി എത്തിയപ്പോഴാണ് കലൻ്റെ ഒരു വാല്യൂ എന്താണെന്നൊക്കെ മനസ്സിലായി. എന്താണ് കല എന്ന് എനിക്ക് മനസ്സിലായി. അത്രയ്ക്കും ഇഷ്ടമായി ഓരോ പെയിൻറ്റിങ്ങും, ഓരോ ബിൽഡിങ്സിനും, ഓരോ കളർഫുൾ എനിക്ക് ആലോചിക്കുമ്പോൾ അത്ര ഇഷ്ടമായിട്ടുണ്ടായി. അങ്ങനെ നമ്മളിതാ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചിലെത്തിയപ്പോൾ നിറച്ച് പ്രാവുകളെയാണ് കണ്ടത്. കുറച്ച് നേരം പ്രാവുകളെ വെറുപ്പിച്ചതിന് ശേഷം പിന്നെ അവർക്ക് കുറച്ച് കടലൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുത്തു. എനിക്കും എൻ്റെ ഒപ്പക്കും അനിയത്തിക്കൊക്കെ മൃഗങ്ങളോട് ഒരു പ്രത്യേക സ്നേഹമാണ്. നിങ്ങളെൻ്റെ വീട്ടിൽ കണ്ടില്ലേ കുറേ പൂച്ചകളൊക്കെ, അതൊക്കെ അങ്ങനെ ഉള്ളതാണ്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇവിടെ അടിപൊളിയായിരുന്നു. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങളിതാ ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പനോട് ചെറിയൊരു ഹായ് ഒക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഒരു പാവപ്പെട്ട ആർക്കൊക്കെ കൊടുക്കാനുള്ള പൈസയാണ്, അപ്പോൾ ഈ ഒരു ബുക്കൊക്കെ വാങ്ങുന്നു. കളറിങ് ബുക്കായിരുന്നു. എങ്ങനെയായാലും ലിയക്ക് അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത്ര വലിയ പ്രൈസ് ഒന്നും വരുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ കുറച്ച് ബീച്ച് സൈഡിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. എനിക്ക് ഈ വീഡിയോ ഭയങ്കര ഇഷ്ടമായി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോർട്ട് വീഡിയോ ആണ്, അല്ലാതെ ലോങ് വീഡിയോ അല്ല. പക്ഷേ കുറച്ച് വിട്ടുനിന്ന് കിട്ടിയോണ്ട് ഇങ്ങനെയൊക്കെ എടുക്കാൻ കഴിഞ്ഞു. എനിക്ക് നല്ല ഇഷ്ടമായി. എൻ്റെ ഫോട്ടോസൊക്കെ എന്താ വെച്ചാൽ അടിപൊളിയാണ്. ബട്ട് എന്താ വെച്ചാൽ എൻ്റെ മുഖം പോരാ, പക്ഷേ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാണ്. അങ്ങനെ നമ്മളിതാ ആദ്യം തന്നെ വെള്ളത്തിലിറങ്ങിയോണ്ട് തന്നെ കാലൊക്കെ നഞ്ഞ് ചെരുപ്പൊക്കെ നടക്കാൻ കഴിയുന്നില്ല. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നടന്ന് നമ്മൾ ഇവിടേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ നേരം ഇങ്ങനെ നടന്ന് ചെറിയ ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് ഇവിടുത്തെ ഫോട്ടോസ് അത്രയ്ക്ക് വലിയ ഇഷ്ടമായില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാൻ ചോദിച്ചു. വൈകുന്നേരത്തെ എന്തെങ്കിലും ഒരു സ്നാക്ക്, അതിന് വേണ്ടി ഞങ്ങളിങ്ങനെ തിരഞ്ഞപ്പോൾ ഫുള്ള് ഇവിടെ എന്താ വെച്ചാൽ ഈ ചെമ്മീൻ, അതേപോലെ തന്നെ ഫിഷ് ഒക്കെ ഉണ്ടാവില്ല, അത് വെച്ചിട്ടുള്ള ഓരോ ഐറ്റംസാണ്. അതിൻ്റെ ആവശ്യമൊന്നും ഇപ്പം അങ്ങനെ ഇല്ല. പിന്നെ കുറേ ഔട്ട്ഫിറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗോവയിലൊക്കെ ഉണ്ടാവില്ല കുറേ പ്രിൻറ്റും പുള്ളിയൊക്കെ വന്നിട്ടുള്ള പാൻറ്റും ട്രൗസറും ഷർട്ടൊക്കെ, അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് വേഗം പോയി ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ജസ്റ്റ് ഞങ്ങൾ എന്താണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്, എന്താ പറയുക, സമൂസ, അതേപോലെ തന്നെ ബൂസ്റ്റും കോഫിയും അങ്ങനത്തെ ഓരോ ഐറ്റംസൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫോൺ അതിൻ്റെ ഇടയിൽ ഒന്ന് സ്വിച്ച് ഓഫ് ആയി. പിന്നെ അവിടെ കുത്തി വെച്ചിട്ട് പിന്നെ വീഡിയോസ് എടുക്കണേ. ഇതിപ്പോൾ 2-3 പ്രാവശ്യമായി ഫോണിൽ തുള്ളി ചാർജ് ഇല്ലായിരുന്നു. പിന്നെയും ഫോൺ ചാർജ് ചെയ്യും, പിന്നെ എടുക്കും. അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. ഒരു വൺ ഡേ ഫുള്ള് ഒരു 100% നിൽക്കണമെന്നില്ലല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഇരുടായപ്പോഴാണ് എനിക്ക് ഫോർട്ട് കൊച്ചി അങ്ങോട്ട് ഇഷ്ടമായത്. എന്താ വെച്ചാൽ ഒരാൾ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു. ആ പാട്ട് പറഞ്ഞാൽ കുറച്ച് പഴയ കാലത്തെ പാട്ടാണ്. പക്ഷേ അതെങ്ങോട്ട് എൻ്റെ മനസ്സിൽ കുത്തിപ്പോയി. ആ പാട്ടും ആ ഒരു ക്ലൈമറ്റല്ല, ആ ഒരു എന്താ പറയുക, എങ്ങനെ പറയേണ്ടി വരില്ല, ആ ഒരു സ്ഥലം എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി. എനിക്ക് അവിടെ നിന്ന് വരണമെന്നില്ല. ഞാൻ എൻ്റെ എപ്പോഴും പറയാം, നമുക്ക് ഇന്ന് വരണ്ടല്ലോ, നാളെ വന്നാൽ അതില്ല, നമുക്ക് ഇന്നും കൂടി ഇവിടെ നിന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം. അത്രയ്ക്ക് ഇഷ്ടമായി. പിന്നെ ഇവിടെ കുറേ ബിൽഡിങ് അങ്ങനെ ഏരിയാസിൽ അതിലൂടെയൊക്കെ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞല്ലോ അടിപൊളിയാണ്. അടിപൊളിയാണ്. ഇനി എത്രയോ സ്ഥലങ്ങൾ കാണാനുണ്ട്, പക്ഷെ കാണാനുള്ള ഒരു സമയമില്ലായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി പിന്നെ നമ്മൾ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോകണേ ഞാനും ലീവ് ഉള്ളെങ്കിലും പാട്ടും ബൈത്തും മേളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ.